വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. കേരളത്തിൽ ഒരുപാട് ചാരിറ്റി പ്രവർത്തകരുണ്ട്. ആ ചാരിറ്റി പ്രവർത്തകരുടെ ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറയാം ഫിറോസ് കുന്നുംപറമ്പിൽ. ഒരുപാട് പേരുണ്ട് ഇങ്ങനെ. അതൊക്കെ പാവങ്ങളായ ആൾക്കാർക്ക്, സുഖമില്ലാത്ത ആളുകൾക്ക്, വലിയ വലിയ ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ട് ചികിത്സിക്കേണ്ടി വരുന്ന രോഗികൾക്കൊക്കെ ഇവർ ചാരിറ്റിക്ക് രംഗത്തിറങ്ങുകയും അവർക്ക് വേണ്ടിയിട്ട് നിമിഷ നേരങ്ങൾ കൊണ്ട് ലക്ഷങ്ങളും കോടികളും വരെ സമ്പാദിച്ച് അവരെ ചികിത്സിപ്പിക്കുകയും ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തകർ ഒരുപാടുണ്ട്. അതിൽ സൂപ്പർ സ്റ്റാറാണ് നമ്മുടെ ഫിറോസ് കുന്നുംപറമ്പിൽ. കേരളത്തിലെ ഏറ്റവും ഷോക്കിംഗ് ആയ ഒരു ക്രൗഡ് ഫണ്ടിങ് ആയിരുന്നു റഹീമിന് വേണ്ടിയിട്ട് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ 34 കോടി രൂപ സമാഹരിക്കുക എന്നുള്ളത്. അത് ആർക്കും പരാതിയും പരിഭവങ്ങളൊക്കെ ഇല്ലാതെ പിരിക്കാൻ കഴിഞ്ഞത് ഒരു മൊബൈൽ ആപ്പ് രൂപീകരിച്ചിട്ടാണ്. ആ മൊബൈൽ ആപ്പ് രൂപീകരിച്ചിട്ട് അതിൽ ആരൊക്കെ എത്ര പണം നൽകി, ഏത് ജില്ലയിൽ നിന്ന് എത്ര നൽകി, ഏത് സ്ഥാപനം നൽകി, ഇന്ന ആള് നൽകി, നൽകുന്നവർക്ക് റെസീപ്റ്റ്, കുറഞ്ഞ തുക മുതൽ എത്ര തുക വേണമെങ്കിലും നമുക്ക് നൽകാവുന്ന ഒരവസ്ഥ, നൽകുന്നവർക്ക് സുതാര്യമായിട്ട് അത് ചെക്ക് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ, ഇങ്ങനെ എല്ലാ വിധത്തിലും സുതാര്യമായ രീതിയിലായിരുന്നു റഹീമിന് വേണ്ടിയിട്ട് ഈ 34 കോടി രൂപ സമാഹരിച്ചത്. അതിൽ 30 കോടി രൂപയും ഈ ആപ്പ് വഴിയും, ബാക്കി ഗൂഗിൾ പേ അക്കൗണ്ട്, മറ്റു ഫോൺ പേ ഒക്കെ വഴിയാണ് 4 കോടി. അങ്ങനെ 34 കോടി രൂപ എന്ന അസാധ്യമായ ആ സംഖ്യ നമ്മൾ നേടിയെടുത്തു. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, നമ്മുടെ നാട്ടിൽ ഒരുപാട് ചാരിറ്റി പ്രവർത്തകരുണ്ട്. അവരുടെ എന്താ പറയുക, പ്രൊഫഷൻ തന്നെ ചാരിറ്റിയുമായുള്ള ബന്ധപ്പെട്ട വീഡിയോ ചെയ്യുന്നതാണ്. അവർക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മൊബൈൽ ആപ്പ് സേവനം സ്വീകരിച്ചുകൂടാ? നമ്മുടെ നാട്ടിൽ തന്നെ ഈ മറ്റേ ഫിറോസ് കുന്നുംപറമ്പിൽ, അതേപോലെ സുശാന്ത് നിലമ്പൂര്, പിന്നെ സജീർ പഴയന്നൂര്, പിന്നെ PMA സലാം, പിന്നെ ജബീർ നിസാമി, പിന്നെ ഷാജഹാൻ നിലമ്പൂര്, ഷഹീൻ K മൊയ്തു, നാസർ മാനു, കരീം ഇബ്രാഹിം എടപ്പാള്, പിന്നെ ഷബന ചെമ്മാട്, ഷാബു വയൽക്കര, ഇങ്ങനെ എനിക്കറിയാവുന്ന കുറച്ച് പേരുകൾ പറഞ്ഞതാണ്. എനിക്കിതിൽ ആരെയും പേഴ്സണലായിട്ട് പരിചയമുള്ളവരല്ല. ഇവരൊക്കെ ഒരുപാട് നല്ല സേവനങ്ങൾ ഇത്തരം രോഗികളായ, പെട്ടെന്ന് ചികിത്സ കിട്ടേണ്ടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വീടില്ലാത്തവർക്ക് വേണ്ടിയിട്ട്, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ. അതിൽ ഏറ്റവും സൂപ്പർ സ്റ്റാറാണ് ഫിറോസ് കുന്നുംപറമ്പിൽ. ഇതിൽ ഏറ്റവും നിർഭാഗ്യകരം എന്താണെന്ന് വെച്ചാൽ, ഇവർ ഈ രോഗികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ക്രൗഡ് ഫണ്ടിങ് നടത്തുമ്പോഴും ഇവർക്കെതിരെ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന രീതി പലപ്പോഴും കാണലുണ്ട്. ഇവരുടെ ഒരു സാമ്പത്തിക രീതി എന്താണെന്ന് വെച്ചാൽ, ഒന്നുകിൽ രോഗിയും ആർക്കാണോ പണം വേണ്ടത് അവരുടെ അക്കൗണ്ടിലേക്ക് കാശ് പിരിക്കുന്ന ഒരു രീതിയാണ്, അല്ലെങ്കിൽ ഈ ഒരു കാശ് പിരിക്കുന്ന ഒരാളും ആർക്കാണോ കിട്ടണമെങ്കിൽ അവർ തമ്മിൽ ചേരുന്ന ഒരു ജോയിന്റ് അക്കൗണ്ട് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നാട്ടിലെ നിയമസഹായ സമിതികളൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ പല രീതിയിലാണ് ഇവർ കാശ് പിരിക്കല്. പക്ഷേ കാശ് കൊടുക്കുന്നവർക്ക് മറ്റേ എത്ര കിട്ടിയെന്ന് ഇവരൊരു പക്ഷെ ലൈവില് പിന്നീട് പറയുമ്പോഴോ അല്ലെങ്കിൽ ഇവരൊരു പോസ്റ്റർ ഇറക്കുമ്പോഴോ അറിയാം. പക്ഷെ ഇത് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് സുതാര്യമായിട്ട് അറിയാൻ കഴിയലില്ല. പലപ്പോഴും ഇവരെ സംശയത്തിന്റെ നിഴലിലാക്കുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ വരാറുണ്ട്. നമുക്ക് ഈ ആരോപണങ്ങളുടെ സത്യാവസ്ഥ എന്താണെന്നൊന്നും അറിയില്ല. പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിഴുപ്പലകൾ, ഒരു ചാരിറ്റിക്കാരൻ തന്നെ മറ്റേ ചാരിറ്റിക്കെതിരെ തിരിയുക, ഇങ്ങനെയൊക്കെ അത് പല വർഷങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പലപ്പോഴും ഇതിനൊരു കാരുണ്യ വ്യവസായം എന്ന രീതിയിൽ സർക്കാരുമായി ബന്ധപ്പെടുന്ന ആളുകൾ തന്നെ വിമർശനവും നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ആളുകൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മൊബൈൽ ആപ്പ് സംവിധാനം സ്വീകരിച്ചുകൂടാ? അതാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആളുകൾ, ഈ ഒരു പക്ഷേ ഞാൻ ഈ പറയുന്ന വീഡിയോ ഇപ്പോൾ ഫിറോസ് കുന്നുംപറമ്പിലോ സുശാന്ത് നിലമ്പൂരോ അല്ലെങ്കിൽ ഈ പറയുന്ന ചാറ്റിക്കാരൊന്നും കാണാനിടയില്ല. ഉണ്ടെങ്കിൽ ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങൾ ഇനി മുതൽ ഇത്തരമൊരു മൊബൈൽ ആപ്പ് സംവിധാനം ഉണ്ടാക്കുക. ഈ ഒരു അബ്ദുറഹീമിന് വേണ്ടി മൊബൈൽ ആപ്പ് ഉണ്ടാക്കിയ 2-3 ആളുകൾ ഒരു ടീം വർക്ക് ഉണ്ടായിരുന്നു. അതിൽ ബാങ്ക് അടവുള്ള ദിവസങ്ങളിൽ എത്ര പണം അടച്ചാൽ പോലും അത് ജാമാവാത്ത രീതിയിൽ കൊണ്ടുപോകാനും അത് മുഴുവനും മാനേജ് ചെയ്തൊരു ടീം ഉണ്ടായിരുന്നു. നിങ്ങൾ വളരെ പ്രൊഫഷണലായിട്ട് ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി ചാരിറ്റി പ്രവർത്തകരായ ആളുകളാണ് ഈ ഒരു പ്രശാന്ത് നിലമ്പൂർ, എന്താ പറയുക, സുശാന്ത് നിലമ്പൂരും അതേപോലെ ഈ ഫിറോസ് കുന്നുംപറമ്പിൽ പോലെയുള്ള ആളുകൾക്കൊക്കെ ഞാൻ ഇങ്ങനെ മനസ്സിൽ ആഗ്രഹിക്കുകയാണ്, അവർ ഇത്തരം ഒരു സുതാര്യമായ മൊബൈൽ ആപ്പ് സംവിധാനം സ്വീകരിച്ചാൽ പബ്ലിക്കായ ആളുകൾക്ക് കൃത്യമായിട്ട് അതിനെ എന്താ പറയുക, അത് അനലൈസ് ചെയ്യാനും അത് സുതാര്യമായിട്ട് കാണാനും കഴിയുകയും അവർക്കെതിരെയുള്ള അനാവശ്യമായ ആരോപണങ്ങളിൽ നിന്ന് അവർക്ക് രക്ഷ നേടാനും കഴിയും. ഇപ്പം ഞാൻ ഈ വീഡിയോ പറഞ്ഞ ഉദ്ദേശം ഇവർ ഏതെങ്കിലും രീതിയിൽ തട്ടിപ്പ് നടത്തുന്നവരാണ് അതൊന്നുമല്ല. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത്തരം ആളുകൾ ഇപ്പോൾ ഫിറോസ് കുന്നുംപറമ്പിൽ അടക്കമുള്ള ആളുകളാണെങ്കിലും ഒരുപാട് പേരെ സഹായിച്ചിട്ടും നിരവധി ചീത്തപ്പേരുകൾ അവർക്കെതിരെ ഉയർന്നു വരാറുണ്ട്.
പലപ്പോഴും ആർക്കാണോ സഹായം കിട്ടേണ്ടത് അവരെന്നെ പറയും ഞങ്ങൾക്ക് ഇത്ര ലക്ഷങ്ങൾ കിട്ടി, പക്ഷെ ഇത്ര ഞങ്ങൾക്ക് തന്നില്ല. അല്ലെങ്കിൽ ആദ്യമേ ഒരു കരാറുണ്ടാവും, നിങ്ങൾക്ക് വേണ്ടുന്ന കാശ് നിങ്ങൾക്ക് എത്രയാണോ ഹോസ്പിറ്റലിൽ ചിലവ് വരുന്നെങ്കിൽ അത് കൊടുക്കാനാണ് കരാറുണ്ടാവുക. അപ്പൊ അതിനേക്കാളും കൂടുതൽ കിട്ടുകയാണ് ചിലപ്പോൾ. അത് കിട്ടുമ്പോൾ അവർക്ക് ഇതൊക്കെ ഞങ്ങൾക്ക് വന്നേല അതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന കേസുകളൊക്കെയാണ് പൊതുവെ വരാറ്. അതോടൊപ്പം തന്നെ മുമ്പ് ഏതൊരു പാലക്കാട് ഭാഗത്ത് ഒരു യത്തീം കുട്ടിയുടെ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ചാരിറ്റി പ്രവർത്തകർ തന്നെ പരസ്പരം ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നത് നമ്മൾ കാണാനിടയായി. നമ്മൾ തന്നെ അന്നൊരു വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇത്തരം ഒരു ആരോപണങ്ങളൊക്കെ ഒഴിവാക്കി സുതാര്യമായ രീതിയിൽ ഈ ഫണ്ടിങ് നടത്താൻ ഈ മൊബൈൽ ആപ്പ് സംവിധാനം ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണ്? സത്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ മൊബൈൽ ആപ്പ് ഉണ്ടാക്കുന്നത് പക്ഷേ സാമ്പത്തികമായിട്ടൊരു ചെലവുണ്ടായിരിക്കാം. ഇവർ കൃത്യമായിട്ടൊരു മൊബൈൽ ആപ്പ് സംവിധാനം ഉണ്ടാക്കിയിട്ട് ആർക്ക് വേണ്ടിയാണോ കാശ് പിരിക്കേണ്ടതെങ്കിൽ അവരുടെയും കൂടി ഇതിൽ നിന്ന് ഉൾക്കൊള്ളിക്കുന്ന തുക ഉൾക്കൊള്ളിച്ചിട്ട് മൊബൈൽ ആപ്പ് ഉണ്ടാക്കിയിട്ട് സുതാര്യമാകുന്ന രീതിയിൽ കാശ് പിരിച്ചു കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്നത് വളരെ വലിയൊരു സേവനമായിട്ട് മാറും. കാരണം ഇതിൽ കുറേ ഈ പറഞ്ഞ പേരുകൾക്ക് അപ്പുറത്തേക്ക് പലരും ചാരിറ്റി എന്ന് പറഞ്ഞ് ഇറങ്ങലുണ്ട്. ഇവരുടെയൊക്കെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ചാരിറ്റി തട്ടിപ്പാണ്. ഇവർ മുമ്പ് ഉള്ള അസുഖമുള്ള ആളുകളുടെ പേര് പറഞ്ഞിട്ടും അല്ലെങ്കിൽ അസുഖങ്ങളുള്ള ആളുകളുടെ പേര് പറയാതെയുമായിട്ട് ചാരിറ്റിയുടെ പേരിൽ വ്യാജമായ ഒരുപാട് സംഭവങ്ങൾ നടക്കലുണ്ട്. അപ്പോൾ കൊടുക്കുന്നവൻ്റെ ഒരു വിശ്വാസ്യത എന്താണ്, നമ്മൾ ആർക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ഇത്തരം വിവാദങ്ങളിൽ അകപ്പെടാതിരിക്കാൻ ഈ ഒരു മൊബൈൽ ആപ്പ് സംവിധാനം ഉപകരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി പ്രേക്ഷകർക്ക് അഭിപ്രായങ്ങൾ പറയാം. ഏതായാലും ഈ വീഡിയോ എങ്ങാനും ഫിറോസ് കുന്നുംപറമ്പിലും അതേപോലെ ഈ ചാരിറ്റി ചെയ്യുന്ന അവരൊക്കെ ഒരുപാട് നന്മ ചെയ്യുന്ന നല്ല മനുഷ്യരാണ്. കാരണം കാരണം ഒരുപാട് പേർക്ക് ചികിത്സക്ക് പണം കിട്ടുന്നുണ്ട്. ഇപ്പം ഈ മോളി എന്ന് പറയുന്ന ഒരു നടിക്ക് വേണ്ടിയിട്ട് സിനിമയുടെ താരങ്ങൾ പോലും രംഗത്തിറങ്ങാത്ത സമയത്ത് ഫിറോസ് കുന്നുംപറമ്പിലാണ് അവർക്ക് വേണ്ടി സഹായിക്കാൻ രംഗത്തിറങ്ങിയത്. ഇപ്പം ഈ സുശാന്ത് നിലമ്പൂരൊക്കെ നോക്കിയാൽ കാണാം ഒരുപാട് അസുഖമുള്ള ആളുകൾ കൈയൊഴിഞ്ഞ കേസുകളൊക്കെയാണ് അയാൾ എടുത്തിട്ട് ചികിത്സക്ക് വേണ്ടി പണം പിരിക്കുന്നതും അവരൊക്കെ വളരെ സന്തോഷമായിട്ട് കഴിയുന്നതും. അപ്പോൾ ഇവർക്കൊക്കെ നാളെ ഒരു ആരോപണം വരാതിരിക്കാനും ഇതിനൊക്കെ ഒരു നിശ്ചിതമായ രീതിയിലേക്ക് അവർക്കൊരു നല്ല രീതിയിൽ കൊണ്ടുപോകാനൊക്കെ ഈ മൊബൈൽ ആപ്പ് സംവിധാനം കഴിയും എന്നുള്ളത് റഹീമിൻ്റെ ഈ ഒരു ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ നമ്മൾ മനസ്സിലാക്കി. റഹീമിൻ്റെ ക്രൗഡ് ഫണ്ടിങ് നമുക്ക് മലയാളിക്ക് ഒരിക്കലും അസാധ്യമായ സംഗതി സാധ്യമാകുന്നു എന്ന് പഠിപ്പിച്ചതോടൊപ്പം എങ്ങനെയാണ് തെറ്റില്ലാത്ത രീതിയിൽ സുതാര്യമായിട്ട് ഇങ്ങനെ ചികിത്സക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ക്രൗഡ് ഫണ്ടിങ് എങ്ങനെ സ്വരൂപിക്കാമെന്ന് മലയാളിയെ പഠിപ്പിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു റിക്വസ്റ്റ് ചെയ്യുന്നതാണ്, ഇതുപോലെയുള്ള ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന ഇത്രയും നല്ല ചാരിറ്റി പ്രവർത്തകർ, അവരവരുടെ പ്രൊഫഷൻ തന്നെ ചാരിറ്റിയാണ്, അല്ലെങ്കിൽ അവർക്ക് വേറെ ജോലി ഉണ്ടാകും, പക്ഷെ അവർ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇട്ടിട്ടാണ് അവർ ഇങ്ങനെ ചാറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അത്തരം ഒരു ചാറ്റ് ചെയ്യുന്നൊരു എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ അവർക്ക് ഇത്തരം ആരോപണങ്ങൾ വരാതിരിക്കാൻ ഇങ്ങനെ മൊബൈൽ ആപ്പ് സംവിധാനം ഉപയോഗിച്ചാൽ നന്നായിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി പ്രേക്ഷകർക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്താണ് തോന്നുന്നതെങ്കിൽ അത് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ഏതായാലും ഞാൻ ആഗ്രഹിക്കുന്നു ഫിറോസ് കുന്നുംപറമ്പിലെ പോലെ ആളുകൾ അവരൊക്കെ പുറത്തേക്ക് ഇടപെടുമ്പോൾ എത്രയും പെട്ടെന്ന് ക്രൗഡ് ഫണ്ടിങ് കിട്ടാൻ സാധ്യതയുള്ള അത്രയും സോഷ്യലിൽ സമൂഹത്തിൽ ഉന്നത സ്ഥാനങ്ങളുള്ള ആളുകളാണ്. അപ്പോൾ അവർക്കൊക്കെ ഇത്തരം രീതികൾ സ്വീകരിക്കാം. അല്ലാത്ത രീതിയിൽ ഇങ്ങനെ മൊബൈൽ ആപ്പ് വഴി സുതാര്യമല്ലാത്ത രീതിയിൽ ഫണ്ടിങ് നടത്തുന്നത് നിരുത്സാഹപ്പെടുത്തണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കൊടുക്കേണ്ടതെന്ന് അറിയേണ്ട ആവശ്യം എന്താ, എനിക്ക് കൊടുക്കാനുള്ളത് കൊടുത്താൽ പോരെ എന്നല്ല. നമ്മൾ ഇത്രയും ഇപ്പോൾ നോക്കി നോക്ക്, ഒരു 34 കോടി രൂപ റഹീമിന് വേണ്ടി ആൾക്കാർ സംഭാവന ചെയ്യുമ്പോൾ അതിൽ 30 കോടിയും കിട്ടിയത് സുതാര്യമാകുന്ന ആപ്പ് വഴിയാണ്. അത് സുതാര്യമായതുകൊണ്ടാണ് ആളുകൾ കൊടുക്കുന്നത്. മറ്റിടത്തൊക്കെ പോകുമ്പോൾ ഒരു 10ഓ 20ഓ കൊടുക്കുന്നത് ഇത് കറക്റ്റായിട്ട് കൊടുക്കുന്ന ആളെ പേര് വരാം, പേര് കൊടുക്കണമെങ്കിൽ പേര് കൊടുക്കണ്ട, ആ രീതിയിലൊക്കെ ആപ്പിൽ സംവിധാനം ഉണ്ട്. നമുക്കതിന് റെസീപ്റ്റുകൾ കിട്ടും, നമ്മൾ ചെയ്തതിൻ്റെ ഒക്കെ ഓരോ ദിവസവും കിട്ടുന്ന വരുമാനമുണ്ട്. അപ്പം നമുക്ക് കൃത്യമായിട്ട് ആവശ്യമായ തുക അയക്കണമെങ്കിൽ പിന്നെ കൊടുക്കുകയും വേണ്ട. അപ്പോൾ ഈ സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ എൻ്റെ ഒരു റിക്വസ്റ്റ് ചെയ്തതാണ്, ഇതുപോലെയുള്ള ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആളുകൾ ഈ ഒരു രീതി സ്വീകരിച്ചിരുന്നെങ്കിൽ അതൊരു വളരെ വലിയ സന്തോഷമാകുമായിരുന്നു. ഏതായാലും അത്തരം ഒരു കാര്യത്തിലേക്ക് അവർ കടക്കുന്നു പ്രതീക്ഷിക്കും. അപ്പോൾ ഞാൻ എൻ്റെ റിക്വസ്റ്റ് ചെയ്തതാണ്, ഇത്തരം ഒരു രീതി സ്വീകരിക്കുന്നതിനെ കുറിച്ച് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യണം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.